വാർത്തകൾ തുടരുന്നു. പെരിഞ്ഞനം പൊന്മാനക്കുടം ഉണ്ണി മുഹ്യുദ്ദീൻ മുസ്ലിയാരുടെ ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. KF ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിയേറ്റ് നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് K അബൂബക്കർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. AK അബ്ദുൾ റഹീം ഹുദവി, OA മുസ്തഫ ഹാജി, KU ഉണ്ണി മുഹ്യുദ്ദീൻ ഹാജി, KB ഹസൻ ഹാജി, KR സദഖത്തുള്ള, KS ഷിഹാബുദ്ദീൻ, KK അബ്ദുള്ള ഹാജി, KK അഷീർ എന്നിവരും പ്രസംഗിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ദിക്ർ ഹൽക്ക, സ്വലാത്ത് മജ്ലിസ്, മദ്ഹ് പാട്ട്, മഖാം സിയാറത്ത്, ഖത്തം ദുആ, അന്നദാനം എന്നിവ നടക്കും. ചൂലൂർ മഹല്ല് കമ്മിറ്റിയുടെയും മഹല്ല് വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ഇസ്ലാമിക കോംപ്ലക്സിന്റെ ശിലാസ്ഥാപന കർമ്മം ഈ മാസം 8 ഉച്ചയ്ക്ക് 1:30 പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വളരെ കാലങ്ങളായി ഞങ്ങളുടെ ഈ ചൂലൂർ ഭാഗത്ത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു വിസ്തൃതിയും അതുപോലെ തന്നെ അതിൻ്റെ പഴക്കവും അതുപോലെ തന്നെ ഇതര മതസ്ഥരും എല്ലാവരും ഒരുമിച്ച് വളരെ നല്ല സൗഹാർദ്ദത്തോടു കൂടി കഴിയുന്ന ഒരു ഭാഗത്ത് അതിന് പ്രത്യേകിച്ച് ഞങ്ങൾ അവരുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് അനുഗ്രഹാശിസ്സുകളോട് കൂടിയിട്ട് ഒരു വലിയൊരു ബൃഹത്തായ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇസ്ലാമിക്, അതായത് ദാറുൽ ഇഹ്സാൻ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന പേരിട്ടുകൊണ്ട് ഏകദേശം 1 കോടിയിൽ പരം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫേസ് എന്ന രീതിയിൽ നമ്മളിപ്പോൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി 4, 5, 6, 7, 8 തീയതികളിൽ 3 ദിവസത്തെ മതപ്രഭാഷണവും 1 ദിവസത്തെ ദുആ സമ്മേളനവും പിന്നെ അതിൻ്റെ മറ്റു 8-ാം തീയതി ജനാബ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ശിലാസ്ഥാപനവും 1:30 മണിക്ക് നടത്തപ്പെടാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് അന്ന് വൈകുന്നേരം തന്നെ 7 മണിക്ക് 6:30 മുതൽ 6:30 സ്റ്റാർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സാംസ്കാരിക സമ്മേളനം നമ്മളവിടെ KP ധനപാലൻ MP മുഖ്യാതിഥിയായിരിക്കും. വൈകിട്ട് 7 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി പ്രഭാഷണം നടത്തും. PC ചാക്കോ MP, VS സുനിൽകുമാർ MLA, TN പ്രതാപൻ MLA എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് 4, 5, 6 തീയതികളിൽ സംഘടിപ്പിച്ചിട്ടുള്ള മതവിജ്ഞാന സദസ്സിൽ KP സൈനുദ്ദീൻ ഫൈസി കാഞ്ഞിരപ്പുഴ, അബൂബക്കർ ഫൈസി മുണ്ടംപറമ്പ്, NP അബ്ദുൽ കരീം ഫൈസി വെങ്കണിയൂർ എന്നിവർ പ്രഭാഷണം നടത്തും. 7 നടക്കുന്ന ദുആ സമ്മേളനത്തിന് ഖാസി മുഹമ്മദ് മുസ്ലിയാർ വാഴക്കുളം നേതൃത്വം നൽകും. ഇതോടനുബന്ധിച്ച് 7 രാവിലെ 9 മുതൽ 1:30 വരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭാരവാഹികളായ VA ഇസ്മയിൽ, VM മുഹമ്മദ് ഹുസൈൻ, PK സത്താർ ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിഞ്ഞനം പഞ്ചായത്ത് സമ്മേളനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. അസോസിയേഷൻ ഏരിയ സെക്രട്ടറി പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ യൂണിറ്റ് സമ്മേളനങ്ങളും കഴിഞ്ഞ് വില്ലേജ് സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് നമ്മുടെ വില്ലേജ് സമ്മേളനവും കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ യൂണിറ്റ് സമ്മേളനങ്ങളെല്ലാം തന്നെ ഡിസംബർ 30-ാം തീയതിക്കുള്ളിൽ വിളിച്ചുകൂട്ടി തീർക്കണമെന്നും ജനുവരി 30-ാം തീയതിക്കുള്ളിൽ എല്ലാ വില്ലേജ് സമ്മേളനങ്ങൾ കഴിഞ്ഞിരിക്കണമെന്നുമാണ് നമ്മുടെ ഉപരി കമ്മിറ്റികളുടെ തീരുമാനങ്ങൾ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പലർക്കും പല ബുദ്ധിമുട്ടുകളുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വൈകാനുണ്ടാകുന്ന കാരണങ്ങൾ. അപ്പോൾ നമ്മൾ ഈ 10ാം സമ്മേളനത്തിലേക്ക് പോകുന്ന ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സംഘടനയൊക്കെ രൂപം കൊള്ളുന്നതിന് മുമ്പേയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ആണ് എന്ന് നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. അസോസിയേഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുമ രഘുനാഥ് പുല്ലാനി അധ്യക്ഷയായി. വൃന്ദ പ്രേംദാസ്, വിനീത മോഹൻദാസ്, CM വേലായുധൻ, NK രാമദാസ്, ഉഷ പ്രകാശൻ എന്നിവർ സംസാരിച്ചു. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി MS രാജൻ എമ്പ്രാന്തിരിയെ സസ്പെൻഡ് ചെയ്തതായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഭക്തരുടെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയാണ് നടപടിയെന്നും അധികൃതർ അറിയിച്ചു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രം ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ പള്ളിയുണർത്തൽ, കണികാണിക്കൽ, അഭിഷേകം, അകത്തേക്കെഴുന്നള്ളിക്കൽ, ശീവേലി എന്നിവ നടന്നു. വൈകിട്ട് നടന്ന പകൽപൂരത്തിന് 3 ആനകൾ അണിനിരന്നു. തുടർന്ന് വെടിക്കെട്ട്, വർണ്ണമഴ എന്നിവ നടന്നു. രാത്രി കണ്ണകി നാടകം അരങ്ങേറും.
വാർത്തകൾ വീണ്ടും. വിവാഹത്തിനെത്തിയവരുടെ കാറും ഡ്രൈവറെയും ആക്രമിച്ച 4 അംഗ ഗുണ്ടാ സംഘം മതിലകത്ത് പിടിക്കും. എസ്എൻപുരത്ത് മരം വീണ് കാർ തകർന്നു. പൊന്മാനിക്കുടം ഉണ്ണി മുഹ്യുദ്ദീൻ മുസ്ലിയാരുടെ ആണ്ടുനേർച്ചയ്ക്ക് കൊടിയേറി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.